വിളക്കൊക്കെ കൊളുത്തി നാമം ചെല്ലായിരിക്കുമ്പോഴേ നിഹക്കുട്ടിക്കൊരു വിശപ്പ്. അതിപ്പോൾ അവൾക്ക് പതിവായിട്ടുണ്ട്. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണമെന്നായിരിക്കും ആളുടെ വിചാരം. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഇരിപ്പുണ്ട്. ഇതിങ്ങനെ കൊടുത്താൽ അവൾ കഴിക്കില്ല. അപ്പോൾ ഒന്ന് രൂപമാറ്റം വരുത്താമെന്ന് കരുതി അങ്ങനെ ഞാൻ നൂഡിൽസിൻ്റെ രൂപത്തിലെല്ലാം കട്ട് ചെയ്തെടുത്തു. പിന്നെ അത് കുറച്ച് ഹെൽത്തി ആക്കണമല്ലോ. അപ്പോൾ കുറച്ച് സവാള, ടൊമാറ്റോ, പച്ചമുളക്, പിന്നെ കുറച്ച് ബ്രോക്കോളിയും കൂടി എടുത്തിട്ടുണ്ട്. ബ്രോക്കോളി ആണെങ്കിൽ ചൂട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ന്യൂട്രീഷൻ കണ്ടൻ്റ് ഉള്ളൊരു വെജാണ് ഈ ബ്രോക്കോളി. അതേ കണക്ക് തന്നെ അതിൽ ഫോളിക് ആസിഡൊക്കെ കൂടുതലാണ്. അപ്പം പ്രഗ്നൻ്റ് ആയ ലേഡീസിനും കുഞ്ഞു മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇപ്പം അതിൻ്റെ സീസണാണ്. അപ്പോൾ മാക്സിമം ഞാനത് കിട്ടുമ്പോഴൊക്കെ നിഹക്കുട്ടിക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എണ്ണ ചൂടായി അതിനകത്തോട്ട് സവോള, പച്ചമുളക് ആഡ് ചെയ്തു. അതിനുശേഷം ബ്രോക്കോളിയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബ്രോക്കോളി അധികം കുക്ക് ചെയ്യാതെ കൊടുക്കണമെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ആദ്യമായിട്ടൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാനത് നന്നായിട്ട് കുക്കാക്കിയിട്ടാണ് നിഹക്കുട്ടിക്ക് കൊടുക്കുന്നത്. രാവിലെ ഞാൻ സബ്ജി രൂപത്തിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് മാറും വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 കോഴിമുട്ടയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഈ ചപ്പാത്തി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം അതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സോസൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്. എനിക്കധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ലേശം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പം മൂടി വെക്കുമ്പോൾ വീണ്ടും ഈർപ്പൊക്കെ തട്ടി ചപ്പാത്തി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി വരും. അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുമ്പോൾ ഉണ്ടല്ലോ മല്ലിയിലയുടെയൊക്കെ സ്മെല്ല് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഡിന്നറൊക്കെ സ്കിപ്പാക്കിയിട്ടേ ഈ ഒരു ഐറ്റം കഴിച്ചാൽ മതി. നല്ല ഫില്ലപ്പാണ്. അതേ കണക്ക് തന്നെ ഈ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവർക്ക് ബ്രോക്കോളി ആണെങ്കിൽ നല്ല ബെസ്റ്റ് ഒരു വെജാണ് കേട്ടോ. വെയിറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ആ ഒരു ഞങ്ങളുടെ ഡിന്നർ ഇതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.